ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനാണെങ്കിൽ ഇന്ന് നാലമ്പല ദർശനം ചെയ്യാൻ വേണ്ടി കോട്ടയത്തിലോട്ടേക്ക് പോവുകയാണ്. എൻ്റെ കൂടെ ആണെങ്കിൽ അമ്മയുണ്ട്, പിന്നെ ഒരു തുളസി അമ്മമ്മയും കൂടെയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത്. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ അടൂർ ബസ് സ്റ്റാൻഡിലോട്ടേക്ക് പോകും. പിന്നെ അവിടെ നിന്ന് ബസ് കയറി അങ്ങനെയാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ബസ്സിൽ വെച്ചിട്ട് പോകാം. ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഓട്ടോയിൽ ഇപ്പോൾ നമ്മൾ അടൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. ഇതാണ് എൻ്റെ ഇവിടെ വരുന്ന തുളസിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ. രാത്രിയാണ് ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് അടൂർ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടാണ്. ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ബസ്സിൻ്റെ വീഡിയോ ആണ്. നിലമണ്ണൂർ RTC എന്നുള്ള ബസ്സായിരുന്നു. നേരത്തെ ഓൺലൈൻ ബുക്കിംഗ് ചെയ്താണ് സീറ്റിൽ. അപ്പോൾ പറഞ്ഞായിരുന്നു 5:10 വരുമെന്ന്. അതേപോലെ തന്നെ കറക്റ്റ് 5:10 ഈ ബസ് വന്നത്. അപ്പോൾ നിങ്ങൾ ഇത് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ടൈമിനകത്ത് തന്നെ വരും. അപ്പോൾ നമുക്ക് ഇനി ബസ്സിൽ നിന്ന് ഇറങ്ങി കോട്ടയത്തെത്തിയിട്ട് കാണാം. കൂട്ടുകാരെ, അപ്പോൾ ഞാനാണെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നാലമ്പല ദർശനത്തിന് അങ്ങോട്ടേക്ക് ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാണിക്കാം. ഇതെല്ലാം ഇറങ്ങിയിട്ട് ഞങ്ങൾ അമ്പലത്തിലെത്തി. ആദ്യത്തെ അമ്പലമാണ്. ഞങ്ങൾ തൊഴുതു. അകത്ത് അലോഡല്ല. അപ്പോൾ ഞങ്ങൾ വെളിയിലാണ് കാണിക്കുന്നത്. അമ്പലം കാണിക്കാം. ഇതാണ് അമ്പലം. ഇതിനുള്ളിലാണെങ്കിൽ കുറേ ഒരു മേള പോലെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ എന്താണെങ്കിലും മേടിക്കാം. പായസം അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ കളിപ്പാട്ടങ്ങൾ അതൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഒരുപാട് ഹനുമാൻ സ്വാമിക്ക് നമുക്കൊരു ഗത ഒരുപാടും പിന്നെ എന്തായിരുന്നു ഒരു മാലയുടെ ഒരുപാടുമായിരുന്നു നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ശ്രീരാമസ്വാമിക്ക് കുടുംബാർച്ചന, അമ്പുവില്ല് സമർപ്പണം അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ ഗത സമർപ്പണവും മാല സമർപ്പണവും പിന്നെ ആണെങ്കിൽ കുടുംബാർച്ചനയും എടുത്തുള്ളൂ. കൂട്ടുകാരെ, നമ്മളിപ്പോൾ ശ്രീരാമക്ഷേത്രം തൊഴുത് കഴിഞ്ഞിട്ട് ലക്ഷ്മണ ക്ഷേത്രത്തിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് 4 മീറ്ററാണ് ലക്ഷ്മണ ക്ഷേത്രത്തിലോട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അല്ല ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നിങ്ങളോട് പറയാം. അപ്പോൾ നമുക്ക് അമ്പലം. കൂട്ടുകാരെ, അങ്ങനെ ഞാൻ ലക്ഷ്മണ ഭഗവാനെയും തൊഴുത് കഴിഞ്ഞു. ഇതിനുള്ളിൽ ലക്ഷ്മണ ഭഗവാൻ, ഗണപതി, നാരായണ, പിന്നെ ദുർഗാദേവി, ശിവഭഗവാൻ അവരൊക്കെ ആയിരുന്നു ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ അയ്യപ്പനും കൂടെ ഉണ്ട്. പിന്നെ പായസം, ഉണ്ണിയപ്പം അങ്ങനത്തെ ഒക്കെ പായസങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. കൂട്ടുകാരെ, ഞങ്ങൾ ലക്ഷ്മണ ക്ഷേത്രം തൊഴുത് കഴിഞ്ഞിട്ട് ഇനി ഭരതൻ്റെ ക്ഷേത്രത്തിലോട്ടേക്ക് പോവാണ്. ഭരതക്ഷേത്രത്തിലോട്ടേക്ക് പോവാണ്. ഓക്കെ കൂട്ടുകാരെ, ഭരതസ്വാമി ക്ഷേത്രത്തിലോട്ടേക്ക് എത്താൻ 4 കിലോമീറ്റർ ആണുള്ളത്. അപ്പം ഞങ്ങൾ ഭരതസ്വാമിയുടെ ക്ഷേത്രത്തിലാണ്. ക്ഷേത്രം ഞങ്ങൾ കാണും. ഇതാണ് മീനോട്ട് വഴിപാടിൻ്റെ കുളം. കൂട്ടുകാരെ, ഭരതസ്വാമിയെ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞു. അപ്പോൾ ഭരതസ്വാമിയുടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിലോട്ടേക്ക് ഞങ്ങൾ പോവാണ്. കാണിക്കുക അമ്പലം ദുർഗാദേവി ക്ഷേത്രമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ആ അമ്പലം. ഇനി ഞാൻ ആ അമ്പലത്തിലോട്ടേക്കാണ് പോകുന്നത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് കാണാം. ദർശനത്തിന്
ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ വടക്കോട്ട് ദർശനമുള്ള കൊടുങ്ങല്ലൂരമ്മയാണ് ഉഗ്രമൂർത്തി. ശാന്ത ഞാനിപ്പോൾ ആ അമ്പലം തൊഴുത് കഴിഞ്ഞു. ഇനി നമ്മൾ ശത്രുഘ്നൻ സ്വാമിയുടെ അടുത്തിലോട്ടേക്ക് പോവാണ്. കോട്ടയിലിരുന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശത്രുഘ്നൻ സ്വാമിയുടെ അമ്പലം എത്തിയിട്ട് കാണാം. അവിടെ ആ അമ്പലത്തിലോട്ടേക്ക് പോണ വരെ മൊത്തം കല്ലും അതൊക്കെ ആയതുകൊണ്ട് കാലും ഒന്നും വയ്യ. അപ്പോൾ നിങ്ങൾ പോവാണെങ്കിൽ ചപ്പലൊക്കെ ഇട്ടിട്ട് പോണേ കൂട്ടുകാരെ. അപ്പം ഞാനാണെങ്കിൽ ശത്രുഘ്നൻ ഭഗവാന്റെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്, കാണിക്കാം. ഇതാണ് ശത്രുഘ്ന ദേവന്റെ ക്ഷേത്രം, 4ാം ക്ഷേത്രം. പിന്നെ ആണെങ്കിൽ ഇവിടെ ഹനുമാൻ സ്വാമിയുടെ കൊടിയുണ്ട്. പിന്നെ ഇത്രയും വലിയൊരു ഇരിക്കാനായിട്ട് ഒരിടവും അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അകത്ത് കയറി തൊഴുതിട്ട് കാണാം കൂട്ടുകാരെ. അപ്പോൾ ഞാനാണെങ്കിൽ ശത്രുഘ്നൻ ഭഗവാനെ തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെയും ശ്രീരാം ഭഗവാന്റെ അടുത്ത് തന്നെ പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ശത്രുഘ്നൻ ഭഗവാനെ തൊഴുത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലോട്ടേക്ക് പിന്നെ വന്നിരിക്കുകയാണ്. ഇവിടെയും കൂടി വന്ന് ദർശനം ചെയ്ത് കഴിഞ്ഞാൽ 4 അമ്പല ദർശനം പൂർത്തിയാകും ഈ വർഷത്തെ. അപ്പോൾ ഞങ്ങളിവിടെ എത്തുകയാണ്. അപ്പോൾ അടുത്ത പ്ലാന് ഞങ്ങൾക്ക് തൊഴുത് കഴിഞ്ഞിട്ട് പറയാം കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ അമ്പലത്തിൽ തൊഴുതൊക്കെ കഴിഞ്ഞു. ഇനിയൊരു പായസം കൂടി മേടിക്കാനുണ്ട്. വഴിപാട് ഏതാണ്ട് ഒരു പായസം കൂടി മേടിക്കാനുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാനൊരു ചരടും കൂടി മേടിച്ചു ഇട്ടു. അപ്പോൾ അമ്മ ഇട്ടു. വേണ്ട, ഇതാണ് ഞങ്ങൾ 2 പേരും മേടിച്ച ചരട്. അപ്പോൾ ഇവിടെ നല്ലതെന്ന് മേടിച്ച ലക്ഷ്മണ ഭഗവാന്റെ അടുത്താണ് മേടിച്ചത്. ഇപ്പോഴാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി വെളിയിൽ എത്തിയിട്ട് കാണാം കൂട്ടുകാരെ. നമ്മളിപ്പോൾ കോട്ടയത്തിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ 4 അമ്പല ദർശനം ജയിച്ചിരിക്കുന്നു. നല്ലപോലെ നടന്നു. അപ്പോൾ നമുക്കിനി കോട്ടയത്ത് എത്തിയിട്ട് കാണാം കൂട്ടുകാരെ. ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. 6 എണ്ണമൊക്കെ ആയിട്ടപ്പോഴാണ് ഞങ്ങൾക്ക് കോട്ടയത്ത് നിന്ന് ഡയറക്റ്റ് അടൂരിലോട്ടേക്ക് പോകുന്ന ബസ് കിട്ടിയത്. അപ്പോൾ മൊത്തം മഴയൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. മൊത്തം മഴയായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വീട്ടിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, ഞങ്ങൾ അങ്ങനെ 4 അമ്പല ദർശനം പൂർത്തിയാക്കിയിരിക്കുന്നു. തുളസിയാൻറ്റി പിന്നെ ഞാനും ഞങ്ങളെല്ലാവരും കൂടെയാണ് പോയത്. അപ്പം നിങ്ങളും പോയി ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോക്ക് അടുത്ത ദിവസം കാണാം. നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. ടാറ്റ.